സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഏകാഗ്രതയോടെ ഐക്യതയോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുമാറാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു നാഥ. നല്ല ഗാനങ്ങൾ പാടി അങ്ങ് സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി കരേറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകരുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുമാറാകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തമായി അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് പ്രഭാതത്തിൽ ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഏത് ഭാരത്തോടെ ആവശ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അഭിഷേകങ്ങളുടെയൊക്കെ മധ്യത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരി കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നിമിഷവും ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശയിൽ നിന്ന് കർത്താവെ ഭാഗവാക്കുകളാകുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിവിധയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവ് ശുശ്രൂഷകളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരട്ടെ. സകലമാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. ചെങ്കടൽ പിളർന്നു നല്ല ധൂവർനിലമാക്കി, ശങ്കയന്യെ തൻ ജനത്തെ നടത്തിയോരേ. ചെങ്കടൽ പിളർന്നു നല്ല ധൂവർനിലമാക്കി, ശങ്കയന്യെ തൻ ജനത്തെ നടത്തിയോരേ. മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ. തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ. ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവീൻ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥാനത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥാനത്തിരുത്തിയോനെ. വൈരിൻ
വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, ഓ വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവേ. ഓ അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിയിടുവിൻ, തന്റെ സ്നേഹമാധുരിമയെന്ന് രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിയിടുവിൻ, തന്റെ സ്നേഹമാധുരിമയെന്ന് രുചിച്ചിടുവിൻ. ഓ ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ, ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേറ്റിക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ, തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിനെ വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ, ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ഓ ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥാനം ഇരുത്തിയോനെ. ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥാനം ഇരുത്തിയോനെ. വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിയിടുവിൻ, തന്റെ സ്നേഹമാധുരിമയെന്ന് രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തു പാടി പുകഴ്ത്തിയിടുവിൻ, തന്റെ സ്നേഹമാധുരിമയെന്ന് രുചിച്ചിടുവിൻ. ഓ ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ, ശുദ്ധ കൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഓ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഓ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. ഹല്ലേലൂയ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ.
Hallelujah, 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 hallelujah. നമുക്ക് ഒരുമിച്ച് വീണ്ടും നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി നമ്മുടെ കണ്ണുകളെ അടച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കുകയാണ്. അവയെ നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണം. അവയെ കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ അമ്മ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ വ്യക്തമായി പ്രിയപ്പെട്ടവരോട് സംസാരിക്കും. നമ്മളെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന നമ്മുടെ കർത്താവ്, മറ്റുള്ളവരെക്കാൾ ഉപരി അവയെ നാം ആരാണെന്ന് വ്യക്തമായി അറിയുന്ന നമ്മുടെ കർത്താവ് അവയെ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക. എല്ലാറ്റിലും ഉപരി അവയെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി ഭയത്തോടെ ഭക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ആമേൻ സ്തുത കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, നമ്മുടെ മധ്യ ആരെങ്കിലും ആമേൻ സ്തോത്ര ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുതലിൻ്റെ കരം കർത്താവ് നീട്ടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെയൊക്കെ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാവിലെ നിമിഷത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരുടെ നൽകിയല്ലോ. ആരാധിപ്പാൻ തക്കണം കർത്താവെ ഞങ്ങളെ വിട്ടയച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നിലവിളെ അറിയുന്ന ദൈവമേ, സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന ഓരോരുത്തരും പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ അവരുടെ പ്രയാസങ്ങളൊക്കെ അറിയുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഉപനിധിയാണ്, അന്ത്യത്തോളം നടത്തുവാൻ ശക്തി നടികൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ
ഓരോ ആരാധനയിലും കർത്താവെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ അന്ത്യത്തോളം സൂക്ഷിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി അടികളെ സമർപ്പിക്കുന്നു കർത്താവെ. കടന്നു വന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ പാട്ട് പ്രാർത്ഥന ഒക്കെയും ഞങ്ങളുടെ സന്നിധിയിൽ സുഗ്രാഹ്യമായി തീരുവാനായിട്ട് നൽകണമേ. വചനധ്യാനം കർത്താവെ ഹല്ലേലൂയ, വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലതും പ്രകാരം വിശുദ്ധിയോടെ വെടിപ്പോടെ നിർമ്മലതയോടെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തൃമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വരവേറ്റുവാഴ്ത്തിരിക്കുന്ന നാളിൽ വെടിപ്പോടെ നിർമ്മലതയോടെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്തോട് നേടുകണം യേശു ക്രിസ്തുവിനെ ചോദിക്കുന്നു. ക്രോധി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 66-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാനത്തെ വാക്യം 20-ാം വാക്യം ചേർന്ന് പാടാം. ആമേ. സാംസ് നമ്പർ 66, സാംസ് നമ്പർ 66, 66-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യം 20-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. 66-ാം സങ്കീർത്തനം. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ. നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. വന്നു ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്കുവീൻ, അവൻ മനുഷ്യപുത്രന്മാരുള്ള തന്റെ പ്രവർത്തിയിൽ ഭയങ്കരൻ. കടന്നുപോയി, സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ നമ്മുടെ ദൈവത്തിനെ വാഴ്ത്തുവീൻ, അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പീൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്ന പോലെ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ തലയിൽ കേടുമാറാക്കി നീ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടതിനെങ്കിലും നീ ഞങ്ങളെ സമർത്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ടും ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ ആറ്റുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുള്ളവരെ വന്ന് കേൾപ്പി, ഞാൻ വിജയിക്കാം. ഞാൻ എൻ്റെ വായു കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. പ്രാർത്ഥന തള്ളിക്കളയാതെയും എന്തെങ്കിൽ നിന്നെടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരല്പസമയം നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്ന് ഉച്ചത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ആമേ സ്തോത്രം. അവിടെ നമ്മുടെ ജീവന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത് ഓർത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്തുകൊണ്ട്, ഓരോ നിമിഷവും അതിശയകരമായി നമ്മെ നടത്തുന്നത് ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അധരങ്ങൾ തുറന്ന് അല്പസമയം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ. പല അനർത്ഥങ്ങളും നമ്മുടെ കണ്ണിൻ മുൻപിൽ കൂടെ കടന്നു പോയെങ്കിലും ആമേ ഇത് പകൽക്കാലവും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ കൂട്ടി വരുത്തി അവിടുത്തെ കൃപയ്ക്കായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രതിസന്ധികളും ജീവിതത്തിൽ ആഞ്ഞടിച്ച് എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് തോന്നിയ സാഹചര്യങ്ങളിലും അവിടുത്തെ അതിശയകരമായി നമ്മെ നടത്തിയതോർത്ത് നമുക്കൊരല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേ. ഓരോ നിമിഷവും നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ, അവിടുത്തെ കരുണയാ, അവിടുത്തെ വിശ്വസ്തതയാ. ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരി ആമേ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത്, അവിടുന്ന് നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ, പ്രാഗൽഭ്യത്തോടെ അടുത്തു വരുവാൻ അവിടുന്ന് നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഹല്ലേലൂയ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് ഒരു ഗാനം പാടാം. സ്തോത്രമേശുവേ സ്തോത്രമേശുവേ, അങ്ങേ മാത്രം നന്ദിയോടെന്നും വാഴ്ത്തി പാടുന്നു. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വം കരേറ്റാമല്ലോ.
പാടും ഞാൻ അങ്ങേ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ദാസനാമെന്റെ നാശമാകറ്റാൻ ദാസനാമെന്റെ നാശമാകറ്റാൻ നാരവേഷമായ വദരിച്ച ദൈവജാതനെ നാരവേഷമായ വദരിച്ച ദൈവജാതനെ പാപത്തിനൂടെ ശാപശിക്ഷയാ പാപത്തിനൂടെ ശാപശിക്ഷയാ ദൈവകോപത്തിൽ വെന്തരിഞ്ഞ ജീവനാഥനെ ദൈവകോപത്തിൽ വെന്തരിഞ്ഞ ജീവനാഥനെ ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ ശത്രുവാമെന്നെ നിൻ പുത്രനാക്കുവാൻ എന്നിൽ ചേർത്ത നിൻ കൃപയ്ക്കനന്തം സ്തോത്രമേശുവേ എന്നിൽ ചേർത്ത നിൻ കൃപയ്ക്കനന്തം സ്തോത്രമേശുവേ നാശലോകത്തിൽ ദാസനാമെന്നെ നാശലോകത്തിൽ ദാസനാമെന്നെ സത്പ്രകാശമായി നടത്തിടേണേ യേശുനാഥനെ സത്പ്രകാശമായി നടത്തിടേണേ യേശുനാഥനെ സ്തോത്രമേശുവേ 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 അങ്ങേ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ അങ്ങേ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ
അങ്ങേ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ. അങ്ങേ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ഒരു ഗാനവും കൂടെ പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റി ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. അത് ഇനിയും കൃപ തോന്നി കരുതിയിടണമേ, ഇനിയും നടത്തണമേ അവിടുത്തെ ഹിതം പോലെ. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നാം നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആമേ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. അവിസാഗരങ്ങളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, അവിസാഗരങ്ങളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഇനിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഇനിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവരെ സുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവരെ സുനാഥൻ
ഹല്ലേലൂയ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയോ കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോലെ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ ഓടിന്തതല്ല ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ ഓടിന്തതല്ല ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദരു സ്തുതി പാടിടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദരു സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയോ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ ഉയർത്തില്ലെന്ന് ശത്രുവേണം വാദിക്കുമ്പോ അകത്തുമെന്ന് നീതിയും മുഴക്കിടുമ്പോ അതിനുയർത്തില്ലെന്ന് ശത്രുവേണം വാദിക്കുമ്പോ അകത്തുമെന്ന് നീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയവരെ സുനാദേ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ പ്രവൃത്തിയിൽ വലിയവരെ സുനാദേ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയോ നടത്തണേ തിരുഹിതം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയോ കൃപ തോന്നി കരുതിടണേ ഇനിയോ നടത്തണേ തിരുഹിതം ഇനിയോ കൃപ തോന്നി കരുതിടണേ ഇനിയോ നടത്തണേ തിരുഹിതം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയോ നടത്തണേ തിരുഹിതം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയോ നടത്തണേ തിരുഹിതം
Hallelujah, 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 hallelujah. Oh, glory, 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 glory. Amen, 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 amen. Glory, 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 glory. Amen, amen, amen. Glory, 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 glory. Oh, hallelujah, 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 hallelujah. Oh, hallelujah, hallelujah, hallelujah. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, യേശുവിൻ രക്തം, യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം. Glory, 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 glory. Oh, hallelujah, 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 hallelujah. Amen, 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 amen. Oh, hallelujah, hallelujah, hallelujah. Oh, glory, 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 glory. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം. Oh, glory, 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 അവിടുത്തെ ശക്തി സഭയ്ക്കുള്ളിൽ വ്യാപരിക്കട്ടെ. Hallelujah, hallelujah, amen, 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 amen. Kuba, kuba, Sotram, hallelujah, നാം ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് പാടിയതുപോലെ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തിയത്. ഞങ്ങൾ നേടിയതല്ല, കർത്താവ് ഞങ്ങൾക്ക് എല്ലാം തന്നതാ. നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർത്തിടുമ്പോൾ എത്ര സ്തോത്രം ചെയ്താൽ, എത്ര സ്തുതിച്ചാൽ, എത്ര മഹത്വപ്പെടുത്തിയാൽ മതിയാകും. കർത്താവേ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക. അവിടുന്ന് നടത്തിയ വിധങ്ങളെ, അവിടുന്ന് പരിപാലിച്ച വിധങ്ങളെ, അവിടുന്ന് കരുതിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയത്തോടെ, ഭക്തിയോടെ, സാന്നിധ്യ ബോധത്തോടെ, ഏകാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ആലയത്തിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടി വരുന്നതിന് കർത്താവ് ഇടയാക്കിയല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷം നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വളരെ വേഗം പ്രവേശിക്കുന്നു. 66 സങ്കീർത്തനമാണ് നാം വായിച്ചത്. നമുക്കറിയാം, ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആമേൻ ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കും ആമേൻ ദൈവത്തോട് സങ്കീർത്തനക്കാരൻ കഴിച്ച പ്രാർത്ഥനയ്ക്കും നന്ദി കരേറ്റുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമായി ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു സങ്കീർത്തനവും കൂടെയാണ് ഈ 66-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: സർവ ഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ. എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കണം? അവൻ്റെ ശ്രേഷ്ഠമായ നാമത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. സ്തോത്രം. അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കുന്നവരായിരിക്കണം. അവൻ്റെ നാമം ഭയങ്കരമാകയാൽ, അവൻ്റെ നാമം ശ്രേഷ്ഠമാകയാൽ ആ ശ്രേഷ്ഠ നാമത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ എങ്ങനെ സ്തുതിക്കേണ്ടത്? വന്നവൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ മനുഷ്യപുത്രന്മാരുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. സ്തോത്രം. മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരനായ കർത്താവിനെ സ്തുതിക്കുവാനിടയാകണം. എന്താണ് ആ ഭയങ്കരമായ പ്രവൃത്തി? അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ ജനത്തെ സമുദ്രത്തിലൂടെ ഉണങ്ങിയ നിലമാക്കി യാത്ര സഞ്ചരിപ്പിച്ച ഒരു കർത്താവ്. സ്തോത്ര. കാലടികൾ വഴുതുവാൻ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കാലടികൾ വഴുതുവാൻ സമ്മതിക്കാതെ നിർത്തിയിരിക്കുന്ന ഒരു കർത്താവ്. ജീവനോടെ തൻ്റെ ജനത്തെ, 9-ാം വാക്യം, ജീവനോടെ തൻ്റെ ജനത്തെ കാക്കുന്ന കർത്താവ്. തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നുപോയ സാഹചര്യങ്ങളിൽ സ്തോത്രം തീർന്നു എന്ന് പലപ്പോഴും പലരും എണ്ണിയപ്പോഴും സ്വയമായി ചിന്തിച്ചപ്പോഴും അവയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവ്. 12-ാമത്തെ വാക്യം, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലവിധ പരിശോധനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയപ്പോൾ പലരും അപമാനിച്ചപ്പോഴും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് സ്വയം ചിന്തിച്ചപ്പോഴും തീയുടെയും വെള്ളത്തിൻ്റെയും സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അതിനെയെല്ലാം സമൃദ്ധമാക്കി മാറ്റിയ, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ഇനി കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ സ്തുതിക്കുന്നതെന്ന് വിശ്വാസമുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അടുത്ത അവൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് സ്തോത്രം 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ വീണ്ടും വായിക്കുന്നത്: തീയിലൂടെയും നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. ഈ തീയുടെയും വെള്ളത്തിൻ്റെയും സാഹചര്യങ്ങളുടെ കടന്നുപോയാലും അതിൻ്റെ അപ്പുറത്ത് ഒരു സമൃദ്ധി ഉണ്ട് എന്നൊരു വിടുതലിൻ്റെ വാഗ്ദത്തം അവിടുന്ന് നൽകിയിരിക്കുകയും സ്തോത്രം, ആ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായതുകൊണ്ടും ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുക. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവനെൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഭക്തൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് സ്തോത്രം, എൻ്റെ പ്രാണന് വേണ്ടി എൻ്റെ ദൈവം ചെയ്തിട്ടുള്ളത് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ നിങ്ങൾ വന്ന് കേൾപ്പീൻ. ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. സാക്ഷ്യം പറയാൻ ഒന്നുമില്ലാത്തവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാത്തവരാ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ട് എന്ന് സ്തോത്രം, അല്ലെങ്കിൽ ദൈവമാണ്. നാം ഇപ്പം മുമ്പ് പാടിയതുപോലെ സ്തോത്രം, നാം നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാ, നേടിയതല്ല, എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നതാ എന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം കർത്താവിനെ സാക്ഷിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവിടുത്തെ ഉപകാരങ്ങളെ ഓർക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഞാനിന്നും വിശ്വസിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അതിശയകരമായി ഈ ഭൂപരപ്പിൽ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാ. സ്തോത്രം. നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ ഓർത്ത്, നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത്, നാം എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്ന് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയട്ടെ: കർത്താവേ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ആമേൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുക. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു: അവിടെ നിൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ആ വാക്യം വായിക്കാമോ? ആമേൻ. സ്തോത്രം.
രാവിലെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഇത്രയും ശബ്ദം പോരാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമേൻ. ഉറക്കെ ഒന്ന് പറയാമോ? സ്തോത്രം. ഞങ്ങളൊക്കെ VBS പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. ഞാൻ VBSയിലൂടെയാണ് ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, ഉറക്കെ പറഞ്ഞാട്ടെ, കുറച്ചും കൂടെ ഒച്ചത്തിൽ പറഞ്ഞാട്ടെ, കുറച്ചും കൂടെ ഒച്ചത്തിൽ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ഒരു പാസ്റ്റർ വന്നു നിന്ന് ഇങ്ങനെ ദൈവമക്കളോട് പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം. നമുക്ക് അതരങ്ങൾ തന്നിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വീട്ടിലെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എടുക്കുന്നതിൻ്റെ പകുതി ശബ്ദം എടുത്താൽ മതി. ഇത്രയും പേര് കൂടി നിൽക്കുമ്പോൾ ഒരു വലിയ ശബ്ദമായിട്ടത് മാറും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഉറക്കൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ പറഞ്ഞാട്ടെ, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ കർത്താവ് കേട്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്. സ്തോത്രം. അതിൻ്റെ അവസാനത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുന്ന ഇങ്ങനെ, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ ദയ. സ്തോത്രം. അവിടുത്തെ ദയ നമ്മിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നും കൂടെ പറയാം, സ്തുതിക്കുവാൻ കാരണങ്ങളുണ്ട്, ആരാധിക്കുവാൻ കാരണങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കർത്താവിന് ഏത് സമയത്തും മഹത്വം കരേറ്റി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ എഴുന്നേറ്റവർ പഠിച്ച വാക്യം പറയും. ആമേൻ. All children can stand together and will recite the Bible verse. Kriba Manoji will come forward and will lead the session. Praise the Lord. Romans 6 verses 22 and 23. But now you are set free from sins and are slaves of God. Your gain is a life fully dedicated to Him, and the result is eternal life. For the wages of sin is death, but God's grace is eternal life in union with Christ Jesus. Amen. 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 Shout hallelujah 3 times. Praise the Lord. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവരെ ബലപ്പെടുത്തണമേ. അവരുടെ പഠനത്തിലൊക്കെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നല്ലോ. ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ യാത്രകളിൽ ദൈവസാന്നിധ്യം ഇരിക്കുന്നല്ലോ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും അവരെല്ലാവരെയും കർത്താവ് പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ചിറകിൻ്റെ മറവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവരുടെ പഠനത്തിലും എല്ലാം ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആത്മാവിൽ ബലപ്പെട്ട് കർത്താവെ ദൈവകൃപയിൽ വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവരെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പ്രസ്താവിക്കാം. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് സുരസിനെ വാഴ്ത്തപ്പെട്ട സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചാന്തി നല്ലനായിരുന്നു, വിശ്വസ്തനായിരുന്നു, പോലും കാത്തുസൂക്ഷിച്ച് പരിപാലിച്ചു. അടിയൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ 14-ാം തീയതി പൽക്കാലം ഇവിടത്തേക്ക് മല്ലിലേക്ക് കടന്നു വന്നു. ഞാൻ ഡൊമിനിക് അപ്പച്ചൻ്റെ കൂടെ താമസിക്കുന്നു. ഇനി 2 വർഷക്കാലം ഇവിടെ തന്നെ ആയിരിക്കും. ഈ സഭയോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മാതാവിനെയും പിതാവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം ഇരുന്നുകൊള്ളുന്നു. പേര് ലിബിൻ, കൊല്ലം 5-ൽ നിന്ന് വരുന്നു. പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ സഭയിൽ സാക്ഷിയായി നിൽപ്പാൻ ദൈവം കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം പറയാനാണ് ദൈവസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എൻ്റെ സഭയിലെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫാമിലി ഫ്രണ്ട്സാണ് അവർ. അവിടുത്തെ ഒരു മകൾ 17 വയസ്സ്, ആ മോൾ +2 കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി അടുത്ത മാസത്തേക്ക് പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം ഞാൻ 4 ആഴ്ച മുമ്പാണ് ഞങ്ങൾ നാട്ടിൽ പോയി വന്നത്. ആ ആഴ്ചയിലും വളരെ സ്മാർട്ടായി ഞങ്ങളുടെ അടുത്ത് വർത്തമാനം പറയുകയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും ആക്റ്റീവായിരുന്നു. എന്നാൽ 5-6 മാസമായിട്ട് കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു +2ൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ വലത്തെ കണ്ണ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഫീൽ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അവരടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം വളരെ ബുദ്ധിമുട്ടായി. ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് തന്നെ അമൃതയെ സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറാണെന്ന് അറിയാനിടയായി. അത് ദൈവം അനുവദിച്ചാൽ 27-ാം തീയതി ആ കുഞ്ഞിൻ്റെ സർജറിയാണ്. ഫേബ എന്നാണ് പേര്. എൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ കറക്റ്റ് സെൻറ്ററിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ട്യൂമർ. ഈ സർജറി അവിടെ എത്തണമെങ്കിൽ തന്നെ 7 മണിക്കൂർ എടുക്കും. കുഞ്ഞാണെങ്കിൽ ആകെ ക്ഷീണമായൊരു കുഞ്ഞാണ്. പ്രത്യേകാൽ സഭയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം താണിരുന്നു. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ പ്രിയ ആമേൻ വിപിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയ സാമ്പ്രദർ പറഞ്ഞ ആമേൻ സ്തോത്രം സാക്ഷി നാം കേട്ടല്ലോ. പ്രിയ പൈതൽ ഫേബായ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് പ്രിയ കുഞ്ഞിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ അത്ഭുതവാനായ രോഗസൗഖ്യദായകനായ നമ്മുടെ കർത്താവ് കുഞ്ഞിനെ തൊട്ട് അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടത്തക്ക രീതിയിൽ ദൈവപ്രവർത്തി, ഒരു അത്ഭുത പ്രവർത്തി ആ കുഞ്ഞിൻ്റെ ആ കുടുംബത്തിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ വ്യാപരിക്കട്ട സർജറിയൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മുടെ പ്രിയ സാംസൺ ബ്രദറിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഇന്നലെ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പിതാവ് ഇന്ന് പകൽ നാട്ടിലേക്ക് യാത്രയാകുന്നു. യാത്രയിൽ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് ശനിയാഴ്ചയാണ് ഫ്യൂണറൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്യൂണറൽ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, കാലാവസ്ഥ അനുകൂലമാക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓഗസ്റ്റ് മാസം 24-ാം തീയതി മുതൽ നടക്കുന്ന നമ്മുടെ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ മധ്യേ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 7-ാം തീയതി നടക്കുന്ന ലേഡീസിൻ്റെ 1 ഡേ സെമിനാർ അതും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കടന്നു വരുന്ന കർത്തൃദാസിയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് ഈ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് തുറന്നുള്ള ദൈവവചന ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ക്രിസ്തുയേശുവിൽ കൂടി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പരമപിതാവാം ദൈവമേ, അപ്പോൾ ഈ രാവിലെ സമയത്ത് ഹാലലിയ വിവിധ സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾക്ക് അങ്ങയുടെ പാതപീഠത്തിൽ കടന്നു വന്ന് ഹാലലിയ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തൊക്കണം. ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഹാലലിയ അങ്ങേ പാടി സ്തുതിപ്പാൻ ദൈവം തന്ന നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തെ സ്തുതിപ്പാൻ ഹാലലിയ ഇതുവരെ കരുതിയ ദൈവത്തെ ഹാലലിയ ആരാധിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. യെസ് ലോർഡ്, ഞങ്ങൾ നേടിയതല്ല, അങ്ങ് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നതാണ്. അപ്പോൾ ഹാലലിയ യെസ് ലോർഡ്, ഞങ്ങൾ നടന്നതല്ല, അപ്പോൾ ഹാലലിയ അങ്ങ് ഞങ്ങൾ നടത്തിയതാണ്. അപ്പോൾ ഹാലലിയ അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ഹാലലിയ യെസ് ലോർഡ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഹാലലിയ അങ്ങയുടെ പാദപീഠത്തിൽ അപ്പോൾ നന്ദിയോടുകൂടി ആയിരിക്കാൻ തക്കണം. ദൈവം തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. വന്ന് യഹോവയുടെ പ്രവൃത്തികളെ ഹാലലിയ നോക്കുവിൻ. ഹാലലിയ അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഹാലലിയ ഭയങ്കരൻ യെസ് ലോർഡ് ഹാലലിയ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയിൽ ഭയങ്കരനായിരിക്കാൻ യെസ് ലോർഡ് ഹാലലിയ ഞങ്ങളെ കർത്താവെ ഹാലലിയ നടത്തുന്ന നല്ല വഴികൾക്കായി വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാലലിയ കർത്താവെ ദൈവം ചെയ്ത എല്ലാ ഭാരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഹാലലിയ കടന്നു വന്ന എല്ലാ ജനത്തിനായി അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ഹാലലിയ ഹാലലിയ കർത്താവെ വേദനയോടെ ഭാരത്തോടെ കടന്നു വന്ന ജനത്തെ ഹാലലിയ കർത്താവെ വിടുതലോടെ അനുഗ്രഹത്തോടെ മടങ്ങുവാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാലലിയ കർത്താവിന് മഹത്വം. ഹാലലിയ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ പ്രിയ വിപിനായി സ്തോത്രം. ഹാലലിയ ദേശത്ത് കടന്നു വരാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഹാലലിയ കർത്താവ് ദൈവമാനെ അനുഗ്രഹിക്കണമേ. ദേശത്തായിരിക്കുമ്പോൾ ജോലിയിലൊക്കെ ദൈവത്തിന്റെ കൃപ അനുപ്പാൻ ഹാലലിയ ആത്മീയമായും ഹാലലിയ ഭൗതികമായി എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാൽ ഹാലലിയ കർത്താവെ നിന്റെ മാനെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലലിയ കർത്താവെ പ്രിയ സാമ്പദർ പറഞ്ഞ
പറഞ്ഞ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബേബിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മോളെ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, കടന്നു പോകുന്ന ഹല്ലേലൂയ എല്ലാ വിഷയങ്ങൾ ദൈവം അറിയുന്നല്ലോ. ഹല്ലേലൂയ. ആ ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്ന വരുന്ന ദിവസം നടക്കുന്ന ആ സർജറിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശമ്പല ഭൗഡരവ ഷൈഡരഗതല ഭൗഡരവ ശാന്തരഗതല ഭൗഡ കർത്താവേ, ഹല്ലേലൂയ. ഏക മനസ്സോടെ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ വചനം അയച്ച് സൗഖ്യമാക്കണമേ. യെസ്, അങ്ങയുടെ അടിപ്പണ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവേ, ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. കൃപ ഞങ്ങൾ മേൽ പകർന്നു വയ്ക്കാൻ വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അങ്ങ് ഞങ്ങളെ ജീവനോടെ കാക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കാലുകളെ വഴുതുവാൻ സമ്മതിക്കാത്ത ദൈവമേ, ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. ഞങ്ങളെ എങ്കിലും ഹല്ലേലൂയ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. വന്ന് ഞങ്ങളുടെ പ്രവൃത്തികൾ, യഹോവയുടെ പ്രവൃത്തികൾ നോക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രാണന് വേണ്ടി ചെയ്തത് ഹല്ലേലൂയ വിവരിക്കുവാൻ ഹല്ലേലൂയ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരുന്നവയ്ക്കായി വാഴ്ത്തുന്നു. കൃപ ഞങ്ങൾ പൊതിയണമേ. ഹല്ലേലൂയ. ദേവാസം പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. വരുന്ന 24 കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ഹല്ലേലൂയ. അത് വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ഹല്ലേലൂയ. കർത്താവേ, ദൈവം സഹായിക്കണം. കടന്നു വന്ന ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ക്രൂസിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ വചനം ശുശ്രൂഷിപ്പാൻ തക്കണം. അങ്ങയുടെ ദാസനെ ദൈവമേ ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയോടുകൂടെ കർത്താവ് കടന്നു വന്ന് ഹല്ലേലൂയ ഈ ദേശത്തിന് സഭയ്ക്ക് ഹല്ലേലൂയ ഒക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. സെപ്റ്റംബർ 7 നടക്കുന്ന ഹല്ലേലൂയ ലേഡീസ് ഹല്ലേലൂയ ഹല്ലേലൂയ സെമിനാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വരുന്ന ദൈവദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, അത് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ഹല്ലേലൂയ. കർത്താവേ, ദാസിമാർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ദേശത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വിടുതലായി തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ദൈവം സഹായിക്കുന്നവയ്ക്കായി നമ്മൾ വാഴ്ത്തുന്നു. അപ്പോൾ ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് അതാ ഹല്ലേലൂയ വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ കർത്താവേ അങ്ങയുടെ ബലമുള്ള കരുത്തിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ അങ്ങയുടെ ദാസന് കൂടി കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിക്കായി വാഴ്ത്തുന്നു. അപ്പോൾ ഹല്ലേലൂയ. യെസ് ലോർഡ്, അങ്ങയുടെ കൊടുത്ത വചനം ഒന്നും മറച്ചു വെക്കാതെ യെസ് ലോർഡ് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ വിവരിപ്പാനാ കർത്താവേ അങ്ങയുടെ ദാസന് കൊടുത്ത ഹല്ലേലൂയ സമർപ്പണത്തിനായി കൃപയ്ക്കായി ഹല്ലേലൂയ അഭിഷേകത്തിനായി അങ്ങനെ വാഴ്ത്തുന്നു. കർത്താവ് ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവേ വചനം കേൾക്കുമ്പോൾ അത് കർത്താവേ 60-100 മേനിയായി വിളയുവാൻ തക്കണം. അപ്പോൾ ഞങ്ങൾ കർത്താവേ അങ്ങയുടെ പാതപീഠത്തിരുന്ന് ഹല്ലേലൂയ പ്രാപിപ്പാൻ ഹല്ലേലൂയ കർത്താവെ സമർപ്പിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ കർത്തുമേശ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ അത് പ്രാഗൽഭ്യത്തോടെ കർത്താവെ അതിൽ കൈ നീട്ടുവാൻ തക്കണം. അങ്ങയുടെ ജനത്തെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ അങ്ങയുടെ നാമമഹത്വനായി തീരുവാൻ തക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അങ്ങാക്കിയ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേട്ടിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ എല്ലാ ജനത്തെ കർത്താവ് ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹത്തോടെ ആശ്വാസത്തോടെ ബലത്തോടെ കർത്താവ് ഹല്ലേലൂയ നിർത്തണമെന്ന് പ്രാർത്ഥന. ദൈവകൃപയിൽ മുന്നേറുവാൻ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഹല്ലേലൂയ കൃപമേൽ കൃപ പ്രാപിപ്പാൻ ഹല്ലേലൂയ അങ്ങയുടെ ജനത്തെ ദൈവമേ ഞങ്ങൾ ഇടയാക്കണവയ്ക്കായി സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമമഹത്വനായി തീരുവാൻ നോക്കണം. ദൈവം ഇടയാക്കുന്നവയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയുടെ വയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-17 വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? ബുക്ക് ഓഫ് റിലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 13 and 17. എൻ്റെ സാക്ഷികളും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. സ്തോത്രം. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം, യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മെ പ്രവചന പുസ്തകമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണല്ലോ വെളിപ്പാട് പുസ്തകം. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വസ്തുതകൾ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകവും കൂടെയാണ് വെളിപ്പാട് പുസ്തകം. ഇത് ഒരു പൂർണ്ണസംഖ്യയായ 7കളുടെ പുസ്തകമാണ്. 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 മൂർത്തികൾ, 7 ക്രോധ കലശങ്ങൾ എന്നിങ്ങനെ 7 ന്യായ തീർപ്പുകളുണ്ട്, 7 പുതിയ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 7കളുടെ ഒരു പുസ്തകവും കൂടെയാണ്
വെളിപ്പാട് പുസ്തകം. ആമേൻ. 7 സഭകളെക്കുറിച്ച് ദൈവാത്മാവ് ദൂതറിയിക്കുമ്പോൾ അതിൽ 3-ാമത്തെ സഭയാണ് പെർഗമോസ് സഭ. നാം ഇപ്പോൾ വായിച്ച സ്തോത്രം കാര്യങ്ങൾ ആ പെർഗമോസ് സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പെർഗമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വിവാഹിത എന്നുള്ളതാണ്. സ്തോത്രം. സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ റോമാക്കാരിൽ നിന്ന് സഭ വളരെ ഏറെ പീഡനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആമേ. ക്രിസ്തു വിശ്വാസികൾക്ക് ഈ പീഡനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്ന ഒരു കാലഘട്ടമാണ്. റോമൻ ചക്രവർത്തിമാരെ സ്തോത്രം ആമേൻ ദൈവമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ദൈവത്വം കൽപ്പിച്ചുകൊണ്ട് അവിടെയുള്ള സകലരും ഈ ചക്രവർത്തിമാരെ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കണമെന്നും ചക്രവർത്തിമാരുടെ മുൻപാകെ കുമ്പിടണമെന്നും പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ട സകലരും ഓരോ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു സുഗന്ധദ്രവ്യം കൈസർക്ക് അർപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നിർബന്ധിക്കപ്പെട്ടിരുന്ന ഒരു കാലം. അങ്ങനെ സഭ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്തോത്രം ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യോഹന്നാനെ തടവിലാക്കുകയാണ്. ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയതുകൊണ്ട്, ക്രിസ്തു ശിഷ്യനായിരുന്നതുകൊണ്ട്, വിശ്വസ്തനായ ക്രിസ്തുവിന് പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നതുകൊണ്ട് യോഹന്നാനെ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തിയ രംഗം നമുക്കേവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 96-ൽ ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ കാലശേഷമാണ് താൻ തിരികെ എത്തുന്നത് എന്നാണ് അതിന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ സ്തോത്രം ഒരു പദപ്രയോഗം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്, പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലായിരിക്കുമ്പോൾ താൻ ആത്മവിവശതയിലായി. കർത്തൃദിവസത്തിൽ താൻ ആത്മവിവശതയിലായി. അതിന് ഇംഗ്ലീഷിൽ ഐ വാസ് ഇൻ ദി സ്പിരിറ്റ് എന്ന് വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുവിശ്വാസികളിൽ നിന്ന് അകന്നായിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ, ബന്ധുമിത്രാദികളിൽ നിന്ന് അകലെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിൽ, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ സ്തോത്രം ഇനി മുൻപോട്ട് തിരികെ തൻ്റെ പഴയകാല സുഹൃത്തുക്കളെയും സ്നേഹിതരെയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും കാണുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെടുന്ന സാഹചര്യത്തിൽ യോഹന്നാൻ സ്തോത്രം പത്മോസ് ദ്വീപിൽ ഏകനായിരിക്കുമ്പോൾ, മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, താൻ ആത്മവിവശതയിലായി. ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. ഇന്ന് സ്തോത്ര പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, പകലും നാം പലരും ഏകാന്തതയിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങളിൽ സ്തോത്രം ആത്മാവിൽ നിറയുവാൻ കഴിയുന്നുവെങ്കിൽ, സ്തോത്രം ആത്മാവിന്റെ വെളിപ്പാട് അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഒരു കാര്യം വ്യക്തതയോടെ പറയാം, നമ്മുടെ ഭാവി എന്താണെന്ന് നിശ്ചയമായി നിശ്ചയിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് ദർശനങ്ങളെ നൽകുവാൻ മതിയായ കർത്താവ് തന്നെയാണ്. സ്തോത്രം. പത്മോസ് ദ്വീപിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ നിറവിലേക്ക് ഈ യോഹന്നാൻ മാറ്റപ്പെടുകയാണ്. തൻ്റെ കയ്യിലും കാലിലും ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുടെ അനുഭവത്തിൽ നിന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ യോഹന്നാൻ മാറ്റപ്പെടുകയാണ്. ഇത് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ വ്യക്തതയോടെ വിളിച്ചു പറയാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തത ഒരിക്കലും ഏകാന്തതയായിരിക്കില്ല. ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന അവസ്ഥകളിലേക്ക് മാറുവാനിടയായി തീരും. സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള പരാതി ഉയരുകയില്ല. യോഹന്നാൻ ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ ഏകനല്ല, ഞാൻ അറിയാതെ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന, പലപ്പോഴും തിരിച്ചറിയാത്തവണ്ണം എന്നോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആ കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏകാന്തതയിലായിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ഈ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയുവാനായിട്ട് കഴിയും, സ്തോത്ര പത്മോസിൻ്റെ ദ്വീപിൽ താൻ ആകെ
കേൾക്കുന്നത് സ്തോത്ര കടലടിച്ച് ഉയരുന്ന ആ ഘോരമായ ശബ്ദമാണ്. സ്തോത്ര പെരുവെള്ളത്തിൻ്റെ വലിയ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. സ്തോത്രം. എന്നാലും യോഹന്നാന് പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിനേക്കാൾ സ്തോത്രം വലിയൊരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അതിനെ കവിയുന്നൊരു ശബ്ദം, അത് മറ്റാരുടെയുമല്ല. സ്തോത്രം. എന്നോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്തിട്ട് സ്വർഗാരോഹണം ചെയ്ത എൻ്റെ കർത്താവിൻ്റെ ശബ്ദമാ ഇത്. പറയട്ടെ, സ്തോത്രം, നാം ആ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സ്തോത്രം ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തിട്ട് പറയുവാൻ കഴിയണം, അതെ, എൻ്റെ ജീവിതത്തിന്റെ തലങ്ങളെ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, അത് എൻ്റെ അരുമനാഥന്റെ ശബ്ദമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു 4 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊന്ന്, 2-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ച പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ. 1, ക്രിസ്തു ആര്, അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2, സഭയെക്കുറിച്ചുള്ള പ്രശംസ, അത് നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 3, സ്തോത്രം, ഒരു ആരോപണം സഭയെക്കുറിച്ച് ഉന്നയിക്കുക, അത് നമുക്ക് സ്തോത്രം 14-15 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്രബോധനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചെടുത്ത് അതിൻ്റെ വാഗ്ദത്തം, സഭയ്ക്കുള്ള വാഗ്ദത്തം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2:12 ഇങ്ങനെയാണ് വായിച്ചത്. അതൊന്ന് വായിക്കാമോ ചേ? ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ആമേൻ. അവരോടുള്ള ആദ്യത്തെ കാര്യം പറയുക, നീ എവിടെ പാർക്കുന്നു എന്നും സാത്താൻ്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. വിഗ്രഹാരാധനയുടെ കേന്ദ്രം ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ കൈസരെ ആരാധിക്കണമെന്നും സീസർ ഈസ് ദി ലോർഡ് എന്ന് പ്രഖ്യാപിക്കണമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന സ്തോത്രം ഒരു പ്രത്യേക സമയം. സാത്താൻ ആകാശത്തിൻ്റെ അധിപതിയാണെന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ദൈവമാണെന്ന് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അലറുന്ന സിംഹം സ്തോത്രം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുന്ന ഒരുവനാണ് ഈ പൈശാചികൻ സാത്താനെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം സത്യമാണ്, സാത്താൻ ഉള്ളിടത്ത് പ്രശ്നങ്ങളുണ്ട്. സ്തോത്ര സാത്താൻ്റെ സിംഹാസനം സ്ഥാപിച്ചെടുത്ത് സ്തോത്ര പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു സ്തോത്ര യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിൽ തെല്ല് സംശയമില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ സ്തോത്രം പൈശാചികന്റെ തന്ത്രങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന വ്യക്തികൾ ഒന്നായിരിക്കുന്നത്, ഐക്യത എവിടെയുണ്ടോ ഐക്യതയെ തകർക്കുവാൻ പൈശാചികൻ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. സ്നേഹം എവിടെയുണ്ടോ അവിടുത്തെ സ്നേഹത്തെ മാറ്റുവാൻ പൈശാചികൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും ഞാൻ വിളിച്ചു പറയാം ദൈവം മക്കളോട്, സ്തോത്രം, ഒരിക്കലും പൈശാചികന് കീഴ്പ്പെട്ടു പോകാതെ പൈശാചികന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഷയം കടന്നു വരുമ്പോൾ കർത്താവിൽ അധികമായി ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമ്മുടെ ബലഹീനതകൾ പൈശാചികന്റെ തന്ത്രങ്ങൾക്ക് കീഴ്പ്പെടുവാൻ ഇടയായി തീരരുത്. ആ ബലഹീനതകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ പൗലോസിനോട് കർത്താവ് അരുളി ചെയ്തതുപോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അന്യവർത്ഥമായി തീരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അക്കാലത്ത് റോമൻ ഗവർണർമാരെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടര് വാൾ ധരിക്കുന്നവരും മറ്റുള്ളവർ വാൾ ധരിക്കാത്തവരുമെന്നാണ്. ഈ വാൾ ധരിക്കുന്നവർക്ക് സ്തോത്രം ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുവാൻ വരെയുള്ള അവകാശം, അധികാരം നൽകിയിരുന്നു. അതുകൊണ്ട് സ്തോത്രം ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വിശേഷിച്ച് പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ സ്തോത്രം ദൈവാത്മാവ് വ്യക്തതയോടെ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള സ്തോത്രം കർത്താവ് അരുളി ചെയ്യുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാള് സ്തോത്രം ഉള്ളവനെന്ന അതിൻ്റെ അർത്ഥം ന്യായവിധി നടത്തുവാൻ കഴിവുള്ളവനെന്ന് സ്തോത്ര സഭയോട് പ്രബോധിപ്പിക്കുകയാണ്. ന്യായവിധി നടത്തുവാൻ കഴിവുള്ളവനാ കർത്താവ്. ഇന്ന് നമുക്കറിയാം സ്തോത്രം, ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ ന്യായവിധി നടത്തുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു കർത്താവ് സ്തോത്രം ഒരുവനുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവും മാത്രമാണ്. ഇനി പെർഗമോ സഭയ്ക്ക് ഒരു വലിയ ഗുണമുണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ സ്തോത്രം നാം വായിച്ചത്, എൻ്റെ സാക്ഷിയും
വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം എന്ത് ചെയ്തിട്ടില്ല? സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിലും പദമുണ്ട്, വിശ്വസ്ത സാക്ഷിയായിരുന്ന അന്തിപ്പാസ്. അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായിരുന്ന അന്തിപ്പാസ്. വിശ്വാസത്തിനു വേണ്ടി, ക്രിസ്തു വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അന്തിപ്പാസ് ഓടുകൊണ്ടുണ്ടാക്കിയ അവൻ ഒരു കാളയുടെ ഉള്ളിൽ ഈ അന്തിപ്പാസിനെ കയറ്റിയിട്ട് അവൻ കരിച്ചു കൊന്നു, ചുട്ടുകൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇത് കണ്ടിട്ട് പോലും ഒരു വിശ്വസ്ത സാക്ഷിയായിരുന്ന, ഒരു ക്രിസ്തു ശിഷ്യനായിരുന്ന അന്തിപ്പാസിനെ ചുട്ടു കൊല്ലുന്നത് കണ്ടിട്ട് പോലും സ്തോത്രം വിശ്വാസം ത്യജിക്കാതിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ഈ പെർഗമോ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്തോത്ര സഭയെക്കുറിച്ച് പറയുകയാ, സ്തോത്രം നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിട്ടുള്ള സഭയാ, വിശ്വാസം നിഷേധിക്കാത്ത സഭയാ. പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഈ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചിട്ടുള്ള സ്തോത്രം ഒരു സഭയാ. സ്തോത്രം, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നും പ്രശംസ അർഹിക്കുന്നവരാ. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ ഭാഗം പറയുമ്പോൾ സഭയോടുള്ള ദൂതായതുകൊണ്ട് പറയാം, ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, ഒരു സാമ്പത്തിക ക്ലേശം വരുമ്പോൾ, സ്തോത്രം ഒരു വേദനയുടെ അനുഭവം വരുമ്പോൾ, ഒരു ശാരീരിക ക്ലേശം വരുമ്പോൾ, സ്തോത്രം പലപ്പോഴും എത്രയോ തവണ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ദൂതറിയിക്കട്ടെ, സ്തോത്രം അവൻ ഇതിനെയെല്ലാം വിടുവിക്കുവാൻ കഴിവുള്ള, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള, നമ്മുടെ പ്രതിസന്ധികളെ അനുകൂലമാക്കി മാറ്റുവാൻ കഴിവുള്ള, സ്തോത്രം നമ്മുടെ അവസ്ഥകൾക്ക് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുള്ള, സ്തോത്രം നമ്മെ യഥാർത്ഥമായി അറിയുന്ന, നമ്മെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ടായെന്ന്, സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചാൽ അവൻ അതിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരല്പസമയം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ഈ പെർഗമോ സഭ. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിലകൊണ്ട സഭയാണ്, നാമത്തിനു വേണ്ടി നിലകൊണ്ട സഭയാണ്. 2, സ്തോത്രം അവർ വിശ്വാസം ഈ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ടിട്ടും കർത്താവിലുള്ള വിശ്വാസം നിഷേധിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എങ്കിലും സ്തോത്രം, ഇന്ന് പകൽ ദൈവമക്കളോട് പറയട്ടെ, സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന നമ്മുടെ കർത്താവ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഉള്ളതുപോലെ പറയുന്ന കർത്താവ് ആ സഭയുടെ കുറവ് എന്താണെന്നും കൂടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ചോദിക്കട്ടെ ഞാനൊരു കാര്യം, ദൈവാത്മാവ് കുറവ് വെളിപ്പെടുത്തിയാൽ ആ കുറവിനെ പരിഹരിച്ചു പോകാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. പറയാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിലുണ്ട് കേട്ടോ. സ്തോത്രം. കുറവുകളുണ്ടെങ്കിൽ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തിയാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായിട്ടുള്ളവരെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ കുറവുകൾ പറഞ്ഞിട്ട് കർത്താവ് ഇപ്രകാരം ഒരു വാക്ക് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത്. ആ വാക്ക് ഞാൻ ഒന്നും കൂടെ വായിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത്, അതിൻ്റെ അർത്ഥം ചെവിയുള്ളവനെ കേൾക്കാൻ പറ്റത്തുള്ളതാണ്. എല്ലാവരും ഈ കാര്യം ഏറ്റെടുക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, സകലതും നഗ്നവും മലർന്നതുമായി ദൈവസന്നിധിയിൽ കിടക്കുന്നുവെങ്കിൽ അവനെങ്കിൽ എല്ലാം അറിയാമെങ്കിൽ, സ്തോത്രം, മനുഷ്യൻ വിധിക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ വിധിക്കുന്നു, മനുഷ്യൻ സാഹചര്യങ്ങൾക്കൊത്ത് വിധിക്കുന്നു. സ്തോത്രം. മനുഷ്യൻ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി അനുകൂലമായി വിധിക്കുന്നുവെങ്കിൽ, സ്തോത്രം, നമ്മെ ന്യായാധിപതിയായ യഥാർത്ഥ നീതിമാനായ സകലത് ശോധന ചെയ്യുന്നവനായ നമ്മുടെ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി അതിനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായിട്ടുള്ള ദൈവമക്കൾക്ക് ദൈവം അനുഗ്രഹം വെച്ചിട്ടുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു ഈ ആരോപണം എന്നും കൂടെ നമുക്ക് വേഗത്തിൽ നോക്കിയിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന അവരോട് പറയുന്ന ഒന്നാമത്തെ ആരോപണം 14-ാമത്തെ വാക്യം.
എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. സ്തോത്രം. ബട്ട് ഐ ഹാവ് ഫ്യൂ തിങ്സ് അഗൻസ്റ്റ് യു. നിന്നെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ ചെറിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം അത് വലുതാന്നുള്ള കാര്യം കൂടെ നാം മറക്കരുത്. അവിടെ എഴുതിയിരിക്കുക എന്തെങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാൻ ഉണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെൽപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ആമേൻ. ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന കുറച്ച് പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്. ബലയാമിൻ്റെ ഉപദേശം ആമേ പിടിച്ചിരിക്കുന്നവർ സ്തോത്രം ആമേൻ അവിടെ നിനക്കുണ്ട്. ഇതെനിക്കറിയാം. പണത്തിനു വേണ്ടി വഴിതെറ്റിപ്പോയ പ്രവാചകൻ, മോവാബ് രാജാവായ ബാലാക്കിനു വേണ്ടി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ പോയ വ്യക്തി, ശപിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സ്തോത്രം ഇസ്രായേൽ പുരുഷന്മാരെ വശീകരിക്കേണ്ടതിന് മോവാബി സ്ത്രീകളെ സ്തോത്രം നിർണയിച്ച അവർക്ക് ഉപദേശം കൊടുത്ത വ്യക്തി. ആമേൻ. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മക്കൾ അവിശുദ്ധ കൂട്ടുകളിൽ, അതായത് ദൈവത്തിന് ഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടുവാൻ പ്രേരിപ്പിച്ച വ്യക്തി. ആമേൻ. ഒന്നും കൂടെ വ്യക്തമാക്കാം ഇതിൻ്റെ അർത്ഥം. ലോകത്തോട് വിശുദ്ധന്മാരെ ബന്ധിപ്പിക്കുന്ന ബിലയാമിനെ പോലെയുള്ളവർ. സ്തോത്രം. ആത്മീക നിലവാരത്തെ എടുത്തു കളഞ്ഞിട്ട് വിഗ്രഹാരാധനയ്ക്ക് സ്തോത്രം അമ്മ ജഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അമ്മ ബലയാമിനെ പോലെ ഉള്ളവർ. രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താ കുഴപ്പം, ഞങ്ങൾ അങ്ങനെ നിന്നാൽ, അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. സ്തോത്രം. ലോക മോഹങ്ങൾക്ക് അതിയായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് മറ്റുള്ളവരെ കൂടെ അകത്തിക്കളയുന്ന ബലയാമിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. സ്തോത്രം. ആ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാ, അവ ലോകത്തിന്റെ പിന്നാലെ പോകുന്ന കുറച്ചു പേര് ഈ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് സ്തോത്രം ആ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവ ലോകത്തിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. നമുക്കൊരു നിക്ഷേപമുണ്ടെങ്കിൽ അത് സ്വർഗത്തിലായിരിക്കട്ടെ. സ്തോത്രം. ഒന്നും കൂടെ വ്യക്തമാക്കാം. ഉപദേശം, വചനത്തിന്റെ ഉപദേശം, ദൈവിക ഉപദേശം, പിതാക്കന്മാർ നൽകി തന്ന ഉപദേശം, അപ്പോസ്തലന്മാർ നൽകി തന്ന ഉപദേശം സ്തോത്രം നഷ്ടപ്പെടുത്തിയ സ്തോത്രം പുതിയ തലമുറകൾ അവിടെ ഉണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ദുർനടപ്പ് ആചരിക്കുന്നവർ. ഇതാണ് ബലയാമിൻ്റെ ഉപദേശം. 2 നിക്കോലെവ്യരുടെ ഉപദേശം, അതിൻ്റെ 15-ാമത്തെ വാക്യം അങ്ങനെ എഴുതിയിരിക്കുക. ബലയാമിൻ്റെ ഉപദേശം മാത്രമല്ല, 2 നിക്കോലെവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെയുണ്ട്. അവണ്ണം നിക്കോലെവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട്. അവരുടെ ഒരു പ്രത്യേകത, എഫെസോസിൽ സ്തോത്രം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ചെങ്കിലും അവിടെ നടക്കാതെ വന്നപ്പോൾ പെർഗമോസിൽ സ്തോത്രം ആ കാര്യങ്ങളുമായിട്ട് വന്നവരാണ് ഈ നിക്കോലെവ്യർ. രക്ഷിക്കപ്പെട്ടവരെങ്കിലും തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ അവൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കൂട്ടർ. അമേൻ. അതിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു. പട്ടക്കാരും ഐമേനികളും എന്നുള്ള വലിയ വ്യത്യാസം കൊണ്ടുവന്ന, തരംതിരിവ് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന വ്യക്തികൾ, സഭയിൽ ഞങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും സാധാരണക്കാരായിട്ടുള്ളവർ ഒരു മൂലയ്ക്ക് അവിടെ ഇരുന്നു കൊള്ളട്ടെ എന്നും സ്തോത്രം എന്നും പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തികൾ. ഒരു കാര്യം വ്യക്തമാണ്, സ്ഥിരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഉപദേശമായി മാറാറുണ്ട്, പലപ്പോഴും അത് കീഴ്വഴക്കമായി മാറാറുണ്ട്. അങ്ങനെ സ്തോത്രം നിക്കോലെവ്യരുടെ ഉപദേശം ചിലർക്ക് മാത്രം അതിയായ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്തോത്രം വ്യക്തികളുടെ ഉപദേശം സഭയ്ക്കകത്തേക്ക് കടന്നുകൂടിയതായിട്ട് സ്തോത്ര കർത്താവ് വ്യക്തമായിട്ട് ആമേൻ ദൈവാത്മാവിൽ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു ഉദാഹരണം എടുത്തു കാണിക്കാം. ഒന്ന് വായിക്കാമോ? 3 യോഹന്നാൻ 9-ാമത്തെ വാക്യം. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഞങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അപ്പം പ്രധാനിയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ സ്തോത്രം ഞങ്ങളെ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ, ശ്രേഷ്ഠ അപ്പോസ്തലനായ യോഹന്നാനെ അവൻ കൂട്ടാക്കുന്നില്ല.
സ്തോത്ര ഉപദേശിമാരെ കൂട്ടാക്കുന്നില്ല, ദൈവവചനത്തെ കൂട്ടാക്കുന്നില്ല. വൃഥാഭിമാനിയായി മാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ യോഹന്നാൻ ഇവിടെ എടുത്തു കാണിക്കുകയാ. ദിയോത്രഫോസ് എന്ന് പറയുന്ന വ്യക്തി, സ്തോത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വൃഥാഭിമാനിയ, ധാർഷ്ട്യക്കാരന്, മോഹിയായിട്ടുള്ളവന്. സ്തോത്ര അപ്പോസ്തലന്മാരോടോ ദൈവസഭയിൽ ഉപദേശത്തോടോ സ്തോത്രം അവൻ വചനത്തിന്റെ ഉപദേശത്തോടോ അവൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരോടോ സ്തോത്രം അതിന്റെ നേതൃത്വ നിരയോടോ അവൻ അംഗീകരിക്കുവാൻ കഴിയാത്ത ധാർഷ്ട്യം കാണിക്കുന്ന വ്യക്തിത്വം. സ്തോത്രം. ഇനി അവർക്കെതിരായിട്ട്, ഇദ്ദേഹത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ താഴെയുള്ള വാക്യങ്ങൾ അമേ സ്തോത്രം സാമിച്ചാൽ അതും കൂടെ വായിക്കാൻ വെച്ചിട്ട് താഴെയുള്ള വാക്യങ്ങളും കൂടെ. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ നിങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. സ്തോത്രം. ഈ പുള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുള്ളി സ്തോത്രം ഇദ്ദേഹം ഈ കൂടെയുള്ള സഹോദരന്മാരെ എന്ത് ചെയ്യത്തില്ല, കൈക്കൊള്ളത്തില്ല. 2 സ്തോത്രം അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാം സഭയിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കും, സഭയിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനെ വൃഥാഭിമാനികളായിരിക്കുന്ന സ്തോത്രം നിക്കോലവ്യരുടെ ഉപദേശം കൈക്കൊണ്ട് വെച്ചിരിക്കുന്ന സ്തോത്രം വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഒരു കാര്യം ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പെർഗമോസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വിവാഹിത എന്നുള്ളത്. വിവാഹിത, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കേണ്ട സഭ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നറിയാമോ? സ്തോത്രം. അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് വ്യക്തതയോടെ വിവരിച്ച് പറഞ്ഞിട്ട് സ്തോത്രം ഞാനിവിടെ ആരോപണം നിർത്തിയിട്ട് ഞാൻ ഇപ്രകാരം പറയാം. ലോകത്തിൻ്റെ മോഹങ്ങളോ സ്തോത്രം നിക്കോലരുടെ ഉപദേശമോ ബിലയാമിൻ്റെ ഉപദേശമോ വ്യക്തമായിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിൽ സഭയോട് വിളിച്ചു പറഞ്ഞിട്ട് സ്തോത്രം ദൈവാത്മാവ് വിളിച്ചു പറയാ, ചെവിയുള്ളവൻ കേട്ടുകൊണ്ട് സ്തോത്രം അങ്ങനെയുള്ള ഉപദേശത്തിൽ നിന്ന് പിന്മാറി കർത്താവിൻ്റെ സന്നദ്ധയിൽ തന്നെ താൻ താഴ്ത്തി മാനസാന്തരപ്പെട്ടാൽ അവൻ ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം ഞാൻ അവന് നൽകുവാനിടയാകും. സ്തോത്രം. ഒരു കാര്യം പറയാം, സഭ ഒരിക്കലും ലോകത്തെ സ്നേഹിക്കുവാൻ പാടില്ല. ഒന്നിലധികം പങ്കാളികൾ ഉണ്ടാകുവാൻ പാടില്ല. 2 തോണിയിൽ കാൽ വയ്ക്കുവാൻ പാടില്ല. സ്തോത്രം. ഒന്നെങ്കിൽ മാമോൻ, അല്ലെങ്കിൽ സ്തോത്രം ദൈവം. 2 പേരെ ഒരു കാരണവശാലും സേവിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ സേവിച്ചാൽ അത് ദുർനടപ്പ. ഒന്നിലധികം പങ്കാളികളെ കൊണ്ട് നടക്കുന്നത് ദുർനടപ്പാണെന്ന് വ്യക്തമായിട്ട് സ്തോത്രം വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് വ്യക്തതയോടെ വിളിച്ചു പറയാം, നമുക്കൊരൊറ്റ പങ്കാളിയേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അവൻ നൽകി തന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവോ ആ ക്രിസ്തുവുമായിട്ട് സ്തോത്രം നമ്മുടെ വിവാഹ ബന്ധം ചെയ്തിരിക്കുന്നതെന്നോ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു എന്നോ ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുമുള്ള ഉറപ്പുള്ളവർ ഇന്ന് പകൽക്കാലം ആ കർത്താവിനത് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. സ്തോത്രം. കർത്താവ് ഇവിടെ ദൈവാത്മാവ് പറയുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക, ഏറ്റുപറയുക. അങ്ങനെ വന്നാൽ പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം എന്നറിയാമോ? 1 അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ ഇവിടെ വായിച്ചത്. 1 മറഞ്ഞിരിക്കുന്ന മന്ന. ഞാൻ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന എന്ത് ചെയ്യും? കൊടുക്കാം. നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ മന്ന ഭക്ഷിച്ചു. അവർ മന്ന ഭക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഒരിടകഴി മന്ന ഒരു പൊൻപാത്രത്തിൽ ദൈവാലയത്തിൽ സൂക്ഷിക്കുക പതിവായിരുന്നു. അത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരും എടുക്കേണ്ട, സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എബ്രായ ലേഖനത്തിലും അതേ കാര്യം കിടപ്പുണ്ട് 9-ാം അധ്യായത്തിൽ. എന്നാൽ ശലോമോൻ്റെ ദൈവാലയം നശിപ്പിക്കപ്പെട്ട സമയത്ത് സ്തോത്രം അതും നശിച്ചു. അപ്പോൾ യഹൂദന്മാർ പൊതുവെ വിശ്വസിക്കുന്ന ഒരു കാര്യം, മശീഹ വരുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ അവ സൂക്ഷിച്ചു വെച്ച മറഞ്ഞിരിക്കുന്ന മന്ന അവർക്ക് നൽകുമെന്ന് സ്തോത്രം അവരിപ്പോഴും വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുകയാ, സ്തോത്രം മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവർക്ക് നൽകും. സ്തോത്രം. ഈ മന്ന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അപ്പമാ. വിശ്വാസികൾക്ക് അത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ്.
സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവൻ ഉതകുന്ന, ജീവന് കാരണമായി തീരുന്ന, വീണ്ടും ജന്മത്തിന് കാരണമായി തീരുന്ന, സ്തോത്രം, അവസാനം വരെ നിലനിർത്തുന്ന ഈ മന്ന, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, തൻ്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന, സ്തോത്രം, അനുഗ്രഹമാ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ മന്ന, മറഞ്ഞിരിക്കുന്ന മന്നയെ ജയിക്കുന്നവന് കൊടുക്കുമെന്ന് ഒന്നും കൂടെ വ്യക്തമാക്കാം. ലോകമോഹങ്ങളിലേക്ക് വീഴാതെ, ബെലയാമിന്റെ ഉപദേശത്തിലേക്ക് വീഴാതെ, സ്തോത്രം, ആമേൻ, നിക്കോലവരുടെ ഉപദേശത്തിലേക്ക് വീഴാതെ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ, നിർമ്മലതയോടെ, നിർമ്മല മനസാക്ഷിയോടെ അവസാനം വരെ അവൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് അവിടുന്ന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. അവിടെ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നേ, ഞാൻ അവന് എന്ത് കൊടുക്കും? വെള്ളക്കല്ലും സ്തോത്രം കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര്. സ്തോത്രം. ഈ പഴയ കാലത്ത്, പ്രാചീന കാലത്ത് കുറ്റവാളിയെ ന്യായാധിപൻ വിസ്തരിച്ച് അദ്ദേഹം തെറ്റുകാരനല്ല, നീതിമാന് എന്നെണ്ണിയാൽ ഈ ന്യായാധിപൻ ഒരു വെള്ളക്കല്ല് കൊടുക്കുന്നത് പതിവുണ്ടായിരുന്നു. അവൻ ആ അർത്ഥത്തിലാണ് ഈ വെള്ളക്കല്ല് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവൻ ഒരു വലിയ യുദ്ധത്തിന് പോയിട്ട് ജയിച്ചു വരുന്ന പടയാളിക്ക് അവൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും. ഈ വെള്ളക്കല്ലിൽ അവൻ്റെ പേര് വ്യക്തമായിട്ട് എഴുതും. കാരണം സ്തോത്രം, ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞിട്ട് ജയിച്ചു വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് സ്തോത്രം ആത്മാവിൽ സഭയോട് പറയുക, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന മാത്രമല്ല, ഒരു വെള്ളക്കല്ല് മാത്രമല്ല, അവൻ്റെ പേര് ആ വെള്ളക്കല്ലിൽ എഴുതിയിട്ട് ഞാൻ അവന് കൊടുക്കും. ആ പേരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അവന് പുതിയൊരു പേര് കൊടുക്കുമെന്ന വചനം പഠിപ്പിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചിട്ട് ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുൻപാകെ ഒരു നിമിഷം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പെർഗമോ സഭയോടുള്ള ദോത ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് തളിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. വചനം പറയുന്നു, ചെവിയുള്ളവൻ കേട്ടുകൊണ്ട് ജയിക്കുവാൻ തയ്യാറായ, അന്ധകാര മണ്ഡലങ്ങളെ ജയിക്കുവാൻ തയ്യാറായ, ഈ ലോകത്തെ ജയിക്കുവാൻ തയ്യാറായ, ഈ ലോക മോഹങ്ങളെ ജയിക്കുവാൻ തയ്യാറായ ജയിക്കുന്നവന് ഞാൻ കൊടുക്കുന്ന കിരീടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ജയിക്കുന്നവന് കൊടുക്കുന്ന ഒരു വിശുദ്ധ പദവിയുണ്ട്. സ്തോത്രം. ഒരു സ്വർഗീയ സ്ഥാനമുണ്ട്. അവന് കൊടുക്കുന്ന ഒരു അവകാശമുണ്ട്. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന ഒരു മന്നയുണ്ട്. സ്തോത്രം. അവന് കൊടുക്കുന്ന വെള്ളക്കല്ലിൽ എഴുതിയ പുതിയ പേരുണ്ട്. ആമേൻ. കർത്താവിന് വേണ്ടി ശക്തമായി പെർഗമോസഭ നിലനിൽക്കുമ്പോഴാണ് വിവാഹിത എന്ന പേര് അവൻ അർത്ഥം ഉള്ളപ്പോൾ തന്നെയോ സ്തോത്രം, കർത്താവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ഒരൽപ്പം മാറിയപ്പോൾ കർത്താവ് പറയുക, സ്തോത്ര, ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്തോത്രം, അങ്ങനെയുള്ള തെറ്റിലേക്ക് വഴുതി പോകാതെ വണ്ണം നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധിയോട്, നിർമ്മലതയോട്, വേർപാടോട്, സ്തോത്ര, ഉപദേശത്തോടും കൂടെ കർത്താവിന്റെ സന്നദ്ധയിൽ നിന്നാൽ അരുമനാഥന്റെ വരവെങ്കിൽ ആ മണിപ്പന്തലിൽ കർത്താവിനോട് ഒരുമിച്ച് സ്തോത്രം, ആമേൻ, വിവാഹത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു ജീസസ്, വി ഗിവ് യു ഗ്ലോറി. പകൽക്കാലം ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനത്താൽ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അന്ത്യം വരെ, അവസാന ശ്വാസം വരെ ആമേൻ നിലകൊള്ളുവാൻ, സ്തോത്രം, ആ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ആമേൻ, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ കർത്തൃമേശയിലെ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ മുമ്പോട്ട് കടന്നു വരുമല്ലോ. ആമേൻ. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു